ഇന്ന് എൻ്റെ ഒരു അവധി ദിവസമാട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഓട്സിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഡെയിലി ഓട്സ് ഒന്നും കഴിക്കാറില്ല, ഇങ്ങനെ പ്രത്യേകിച്ച് ഡയറ്റൊന്നും ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ പാട്ടൊക്കെ കേട്ടിരുന്ന് ജസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇന്ന് കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ കിച്ചൺ ക്ലീനിങ് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ അപ്പുറത്തേക്കൊക്കെ ഒന്ന് മാറ്റി വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നും വിചാരിക്കും, പക്ഷേ അത് ഒരു ഹോളിഡേ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ കരുതി. അപ്പോൾ രാവിലെ കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്കലത്തേക്കുള്ള. അതെല്ലാം ഒന്ന് പാത്രത്തിൽ മാറ്റി വെച്ചു. വച്ച പാത്രം എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഈ പാത്രത്തിൻ്റെ സ്റ്റാൻഡ് അപ്പുറത്തായിരുന്നു ഇരുന്നിരുന്നത്, അത് ഇപ്പുറത്തോട്ടാക്കാനായിരുന്നു ഇന്നത്തെ പ്ലാൻ. അപ്പോൾ അത് എന്തായാലും മാറ്റി വെച്ചു. എന്നിട്ട് അതിരുന്നിടത്തേക്ക് കുറച്ച് ഗ്യാസ് സ്റ്റൗ ഒന്ന് നീക്കി വെച്ചു. അപ്പോൾ അത്രയും സ്ഥലം നമുക്ക് ഒന്നുകൂടി കിട്ടും. പിന്നെ സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ വീക്കെൻഡിലാണ് ഇതെല്ലാം ചെയ്യത്തുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തിട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇന്ന് ടൈം കിട്ടുന്ന ദിവസം എല്ലാം ഒന്ന് നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പോൾ സ്റ്റൗവിൻ്റെ എല്ലാ മാറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. പിന്നെ രാവിലെ തൊട്ടുള്ള പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പണി വെച്ചിട്ട് ഇന്ന് എന്തായാലും ഡാൻസ് ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഡാൻസിന് പോകാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇത്ര സ്പീഡിലല്ല, ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുകൊണ്ടാണ്. അപ്പോൾ എല്ലാം കഴുകി കഴിഞ്ഞു. ഇനി അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡൊക്കെ എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ആ പണിയൊന്നുമില്ല. ഇനി ജസ്റ്റ് ഡ്രസ്സ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, അലക്കി ഇട്ട ഡ്രസ്സ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു. അപ്പോൾ ചിലത് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഉണങ്ങിയത് ഉണ്ടോയെന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് നോക്കിയിട്ടാണ് എടുത്ത് വെച്ചത്. അപ്പോൾ ഉണങ്ങാത്ത അവിടെ തന്നെ ഇട്ടത്. ഇത് ഫുൾ ഈ ആഴ്ച അലക്കിയേക്കുന്ന വാഷ് ചെയ്തെടുത്ത ഡ്രസ്സുകളാണ്, ഫുൾ മടക്കാനുള്ളതാണ്. ദെൻ ഇന്നും വാഷ് ചെയ്യാൻ കുറച്ചുണ്ട്. അതെല്ലാം ഒന്ന് വാഷ് ചെയ്യാനിട്ടിട്ട് നമുക്ക് നെക്സ്റ്റ് പരിപാടിക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഇനിയും ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പം തന്നെ കഴിച്ചു, കാരണം ഡാൻസിന് പോകാൻ ടൈമായിട്ടുണ്ടായിരുന്നു. കുളിച്ചൊക്കെ കഴിഞ്ഞ് നമ്മളീ ഡാൻസിന് പോകാൻ ഒരുങ്ങാം കേട്ടോ. അപ്പോൾ ഡാൻസിന് പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒക്കെ കാര്യമായിട്ട് ഒരുങ്ങും, ടൈം ഉണ്ടെങ്കിൽ ഒരുങ്ങും, അല്ലെങ്കിൽ തുമ്പിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവൾ ആദ്യമൊക്കെ എൻ്റെ കൂടെ വരാൻ മടിയായിരുന്നു. ഇപ്പോൾ കമ്പനി ആയതുകൊണ്ട് ഇപ്പോൾ വന്നോളും. പിന്നെ ചേച്ചി വന്നു. അപ്പോൾ ചേച്ചിയും ഞങ്ങൾ മൂന്നിനും കൂടെ പോയി. വന്നപ്പോൾ അമ്പലത്തിൽ നട തുറക്കാൻ ടൈമായിരുന്നു, 4 മണി സമയമായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയി. അപ്പോൾ ചോറ്റാനിക്കരയിലാണ് പോയത്. അപ്പോൾ തുമ്പിനെ ഞാൻ ഫ്ലാറ്റിലാക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്കാട്ടോ അമ്പലത്തിൽ പോയത്. ദെൻ ഒന്ന് ഹെയർ കട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ കട്ട് ചെയ്യാനായിട്ട് ഫാസിനോയിലാണ് ഞാൻ വരാറ്. ഇവിടുത്തെ ചേച്ചി നല്ല അടിപൊളിയായിട്ട് ഹെയർ കട്ട് ചെയ്യും. അപ്പോൾ ചേച്ചി കെട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് മുടി വളരും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇവിടെ വരാറ് ഹെയർ കട്ടിന്. ദെൻ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർ ടാറ്റാ.